Watch full episodes on Jio Hotstar. ഇതിലിത്ര ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ ലോകത്തിൽ ഒരാളെ പോലെ 7 പേരുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഇപ്പോ നിങ്ങൾ അത്തരം സാമ്യമുള്ള ആൾക്കാരെയാണ് കാണാൻ പോകുന്നത്. ഇതാദ്യമായി ഒരേപോലെയുള്ള 7 പേർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വെൽക്കം ടു അവർ ഷോ. ഒരേപോലെ 7 പേരോ? എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. പത്ലു, എന്നെ പോലെയുള്ള ഒരുത്തനെ ഞാൻ അന്വേഷിക്കാൻ പോവാണ്. അവനെ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് കാണണം. കൊതിയാവുന്നടാ പത്ലു. നമുക്കെന്നാ പോവാല്ലേ പത്ലു? മോട്ടു, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്റെ കയ്യിൽ സമയമില്ല. അവരറിയില്ല എവിടെയായിരിക്കും, എന്ത് ചെയ്യായിരിക്കും എന്ന്. ഒന്ന് പറഞ്ഞു തന്നെ. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ മോട്ടു? കുഴപ്പമില്ല പത്ലു. എന്നെ പോലെയുള്ള ഒരുത്തനെ കണ്ടുപിടിച്ചിട്ട് ഇനി എനിക്ക് വിശ്രമമുള്ളൂ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനും ഈ മിഷനിൽ ഇറങ്ങാൻ പോവുകയാണ്. ഈ മോട്ടുവിന് അവനെ പോലെ ഉള്ളവരെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. സുഖമാണ് ചേട്ടാ. ആ സുഖം തന്നെ. നിൽക്കൂ നിൽക്കൂ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്തിനാണ് ഈ പാവത്തെ ഇട്ട് ഇങ്ങനെ തല്ലുന്നത്? ഇവൻ കള്ളനല്ല, ഇവൻ മോട്ടുവാണ്. മോട്ടു, ആ കള്ളനതാ അങ്ങോട്ട് ഓടുന്നത് ഞാൻ കണ്ടു. അവനെ കുറച്ച് പേർ പിന്തുടരുന്നുണ്ട്. നമുക്ക് യഥാർത്ഥ കള്ളനെ പിടിക്കാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. പക്ഷെ ആ ചന്തുക്കള്ളൻ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതെ, അവരെ കണ്ട നിന്നെ പോലെ തന്നെ ഉണ്ടാകാം. നീ കേട്ടിട്ടില്ലേ, ഈ ലോകത്ത് ഒരാളെ പോലെ തന്നെ 7 പേരുണ്ടാകാം. സാറേ, എനിക്ക് അവനെ ഒന്ന് കാണണം. എനിക്ക് അവനെ ഒന്ന് കാണണം. അവൻ എവിടെയാണ് ഉണ്ടാവുക? പറയൂ സാറേ. ഞാൻ അവൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. അവൻ ചായക്കടയ്ക്ക് പോകുന്നതായിട്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ അവൻ അവിടെ തന്നെ കാണും. നീ പോയി നോക്ക്. ആദ്യമായിട്ട് ഞാൻ എന്നെ പോലെ ഒരുത്തരെ കാണാൻ പോവുകയാണ്. സാറേ, താങ്ക് യു സാർ. ചന്തുക്കള്ള. അതെ, നീയാരാ? അതെ, ഞാനാണ് ഞാൻ. ഫുർഫുറി നഗറിലെ മോട്ടു. എന്നെ പോലെ തന്നെയുണ്ട് നീ. ഒരേപോലെ ഫേസ് ടു ഫേസ്. അല്ലല്ലല്ല, നീ മാസ്ക് ഇട്ട് വന്നിരിക്കുകയാണ്. ഞാൻ നിന്നെ വിശ്വസിക്കില്ല. ഇതെങ്ങനാ സംഭവിച്ചതാ? മതിയാക്ക്. അതൊക്കെ ഒറിജിനലാണ്, ഒറിജിനൽ. ഞാൻ സത്യത്തിൽ ശരിക്കുമുള്ള മോട്ടുവാണ്. ഓ സോറി. അതെ, നീ എന്നെ പോലെ തന്നെയുണ്ട്. വാ, നമുക്കൊരു സെൽഫി എടുത്താലോ? ഞാൻ എന്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കാണിക്കും. ഞാൻ ഈ ഫോട്ടോ പത്ലുവിനെ ഒന്ന് കാണിക്കട്ടെ. ചന്തുച്ചേട്ടാ, നീയും എന്നെ പോലെ തന്നെയുണ്ട്. പക്ഷേ ഞാൻ അപരാധികളെ പിടിക്കുന്നവനാണ്. എന്നാൽ നീയോ അപരാധം ചെയ്യുന്നവനും. സുഹൃത്തെ, ഇന്നു മുതൽ നീ അപരാധം ചെയ്യുന്നതൊന്നും നിർത്തിക്കൂടെ? എന്നിട്ട് നല്ല മനുഷ്യനാവാൻ നോക്ക്. എന്റെ മുഖച്ചായയിലുള്ള ആൾ നല്ല ആളാണെങ്കിൽ ഞാനും നല്ലതായിട്ട് മാറണം. അതല്ലേ നല്ലത്. നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. എന്നാ നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ ബൈ, സീ യു. ഈ മോട്ടുവിനെ ഞാൻ മണ്ടനാക്കി. എന്റെ ചേട്ടാ, ഞാൻ കൊള്ളക്കാരനൊന്നും അല്ല. കുറച്ചു മുമ്പാണ് ഞാൻ ചന്തുക്കള്ളനാണെന്ന് പറഞ്ഞ് കുറെ പേരെ എന്നെ ഇട്ട് ഇടിച്ചത്. ഇനി കൊള്ളക്കാരനെന്ന് പറഞ്ഞ് എന്നെ തല്ലാൻ പോവാ നിങ്ങളൊക്കെ. ഓടിക്കോ. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഞാൻ കൊള്ളക്കാരനല്ലേ. നിൽക്കൂ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവനെ തല്ലല്ലേ. ഇവൻ കൊള്ളക്കാരനല്ല, ഇവനാണ് മോട്ടു. ഫുർഫുറി നഗരത്തിലെ ആളാണ്. അങ്ങനെയാണോ? ഇവന്റെ മുഖം അവനെ പോലെ തന്നെയുണ്ടല്ലോ. സോറി സാർ. ഒരു കൂട്ടരെ, നമുക്ക് യഥാർത്ഥ കള്ളനെ പോയി പിടിക്കാം. താങ്ക് യു സാർ. നിങ്ങൾ വീണ്ടും എന്നെ രക്ഷിച്ചിരിക്കുകയാണ്. സാർ, നിങ്ങളുടെ പേരെന്താണ്? ഞാനാണ് മിസ്റ്റർ ജോണ്ടീസ്. നിനക്കിന്ന് വളരെ നല്ല ദിവസമാണ്. നിന്നെ പോലെ തന്നെ ഞാനിന്ന് 2 പേരെ കണ്ടല്ലോ. നീ വേഗം പോയാൽ ചിലപ്പോ കൊള്ളക്കാരനും കാണാൻ കഴിയും. ഗുഡ്, നീ നന്നായിട്ട് ആക്ടിങ്
ചെയ്തു. ഇന്നാ ഇത് പിടിച്ചോ. ഒരേ ഒരു ഹോർസിനെ മാത്രം പക്ഷെ വിട്ടിട്ട് പൊക്കോ. ഓക്കേ ബോസ്. പത്തുലു ഞാൻ സത്യമാണ് പറയുന്നത്. എന്നെ പോലെയുള്ള രണ്ടുപേരെയാണ് ഞാൻ കണ്ടത്, അതും ഇവിടെ തന്നെ ഫുർഫുറി നഗരത്തിൽ. ഒരുത്തൻ കള്ളനും മറ്റൊരുത്തൻ കൊള്ളക്കാരനും. രണ്ടുപേരും കാണിച്ച തെമ്മാടിത്തരം കാരണം ഞാനാണ് നെടി മേടിച്ചത്. ഞാനാണ് കൊള്ളക്കാരൻ. നിന്റെ അടുത്തുള്ളതൊക്കെ മര്യാദക്ക് എന്റെ കയ്യിൽ തന്നോ. പപ്പൻ കൊള്ളക്കാരനോ? എന്റെ പത്തിലു വന്ന് വേഗം വാ. പപ്പൻ കൊള്ളക്കാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആരായത്? നീ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ. പറ നീ വല്ല മാസ്ക് ഇട്ടിട്ടുണ്ടോ? എന്നെ വിട്ടേക്കൂ. എനിക്ക് എന്നെ താഴെ വിശ്വാസമാകുന്നില്ല. ഇറക്ക്. ഞാൻ ശരിക്കുള്ള മോട്ടുവാണ് മോട്ടു. ഇപ്പോൾ ഞാൻ പോവാ, പക്ഷെ വീണ്ടും ഞാൻ വരും. അപ്പോ നിന്നെ കൈകാര്യം ചെയ്തോളാം. അപ്പോഴും നീ ഇങ്ങനെ കറങ്ങിയാ നിന്റെ കഥ ഞാൻ തീർക്കും. മോട്ടു എവിടെയാ പപ്പറ്റ് കൊള്ളക്കാരൻ? അവനെന്റെ ഈ മൂക്കും ചെവിയും ഒക്കെ പറിച്ചെടുത്തു. ഞാൻ അവനെ പോലെ മാസ്ക് ഇട്ട് നടക്കുക അത്രേ. എനിക്ക് വേദനിച്ചിട്ട് വയ്യ എന്റെ പത്തിലു. ആ 3 പേരിലൊരുത്തൻ നേണ്ട വരുന്നു. പിടിക്കവനെ. പറയേ, ബാക്കിയുള്ള ആൾക്കാരെവിടെ? പെട്ടെന്ന് പറയേ. എന്തിനാണ് തല്ലുന്നത്? സാർ, 3 കള്ളന്മാരും സഹോദരങ്ങളാണ്. ജോൺ, ജാഫർ, ജനാർദ്ദനൻ. ഞങ്ങളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ടാണ് പോയത്. ദൈവനും ഉണ്ട്. ഇയാൾ ആ കൂട്ടത്തിലൊന്നും ഒരാളാ. 3 പേരും ഒരേപോലെ ഇരിക്കും കാണാൻ. എന്റെ അമ്മോ, സ്റ്റോപ്പ്! കള്ളനോ ഇന്ത്യൻ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഇവര് മോട്ടു പത്ലുവാണ്. മര്യാദക്ക് എല്ലാവരും ഇവിടുന്ന് പോയിക്കോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ച് ജയിലിനകത്തിടും. അത് കൊള്ളാലോ. പക്ഷെ ഇവൻ ജോൺ, ജാഫർ, ജനാർദ്ദനെ പോലെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് അവരെ പിടിക്കാം. ആദ്യം ചന്തു എന്ന് പറഞ്ഞ കള്ളൻ, പിന്നെ ബപ്പൻ കൊള്ളക്കാരൻ, അത് കഴിഞ്ഞ് ഈ 3 പേർ ജോൺ, ജാഫർ, ജനാർദ്ദനൻ. കാണാൻ ഒരേപോലെ ഇരിക്കുന്ന 5 കൊള്ളക്കാരുണ്ടാവേണ്ട സാധ്യതയില്ല മോട്ടു. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്റെ പത്തിലു ഇതിൽ സംശയിക്കേണ്ട കാര്യം ഒന്നുമില്ല. മിസ്റ്റർ ജോണ്ടീസ് ആണ് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ 2 പ്രാവശ്യം വന്ന് രക്ഷിച്ചത്. അദ്ദേഹം ഇപ്പോഴിങ്ങെത്തും. നീ അദ്ദേഹത്തോട് തന്നെ ചോദിക്കേ. മിസ്റ്റർ ജോണ്ടിസോ? എന്ത് പേരായത്? ജോണ്ടിസ്? അതെ, ജോണ്ടിസ് ഡിസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജോണിനെ പിടിക്കാൻ പറ്റും. വരൂ എന്റെ കൂടെ. ഇന്ന് മോട്ടുവിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഈ ജീവിതകാലം മൊത്തം അവൻ ഇത് മറക്കില്ല. പത്തുലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പക്ഷേ നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറ പത്തുലു. ഐഡിയ. നമുക്ക് ഡോക്ടർ ജട്കയുടെ അടുത്തേക്ക് പോകാം. വാ. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, എല്ലാവരും മാസ്ക് ഇട്ടോളൂ. എല്ലാവരും അവരവരുടെ ഗെറ്റപ്പിലേക്ക് ചേഞ്ച് ആകൂ. അതെ. ഓക്കെ കൂട്ടുകാരെ, വരൂ. ഇത്രയും ജോൺ എവിടുന്നായി വരുന്നത്? നമുക്ക് ഇവിടുന്ന് ഓടിയേക്കാം. വേഗം സ്ഥലം. എല്ലാവരും അവരുടെ ഗണ്ണെടുക്കൂ, ബോംബുകൾ എടുക്കൂ, ആയുധങ്ങളൊക്കെ കരുതിക്കോളൂ. പോലീസ് വന്നയുടൻ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യണം. ഞാൻ കേട്ടത് എന്താണെന്ന് അറിയോ? എന്നെ പിടിക്കാൻ വേണ്ടി അവരിങ്ങോട്ട് വന്നോണ്ടിരിക്കുക അത്രേ. അതുകൊണ്ട് എല്ലാവരും ആയുധങ്ങളുമായി തയ്യാറായിരുന്നോളൂ. ബോസ്, ഇവരെല്ലാരും ബോസിനെ പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. മോട്ട് പറഞ്ഞത് ശരിയാടാ. ഈ ലോകത്ത് ഒരാളെ പോലെ തന്നെ 7 പേരും ഉണ്ടാകുമത്രേ. പക്ഷെ അവരെല്ലാവരും ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ആക്ടിംഗ് അല്ലേ ചെയ്തത്. പക്ഷെ ഇവരെല്ലാവരും ഒറിജിനൽ ആണടാ, ഒറിജിനൽ. അയ്യോ, എന്താ ഇത് പൊട്ടൂലെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. എങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇവിടെ ഒരുപാട് ബോംബുകൾ പൊട്ടില്ലെന്ന് തോന്നുന്നു. എന്താ ചെയ്യാണോ? എങ്കിൽ തരൂ, ഒക്കെ ഞാൻ കളഞ്ഞേക്കാം. വേണ്ട, എല്ലാ ബോംബും എന്റെ മേലെ ഇടുകയാണല്ലോ. വേണ്ട, നിങ്ങൾ എന്നെ പോലത്തെ ആൾക്കാരല്ല. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇതിൽ മോട്ടുകാരാ, പത്തിലുകാരാ എന്ന് പറ.
നീ ബുദ്ധിയുള്ളവൻ തന്നെയാണ്. പക്ഷേ എന്റെ പക്കൽ ഇപ്പോൾ വളരെ അപകടകരമായ ബോംബുമുണ്ട്. അതും ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. വേണ്ട വേണ്ട, ബോംബിടല്ലേ ബോംബിടല്ലേ. ചിങ്ങം സാർ, പ്ലീസ് അറസ്റ്റ് മീ. വേഗം എന്നെ പിടിച്ച് ജയിലിലിടൂ, വേഗം എന്നെ പിടിച്ച് ജയിലിലിടൂ. വേണ്ട വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. എന്നാ നമുക്ക് എല്ലാവർക്കും ജയിലിൽ കാണാം. എന്നെ വിട്ടേക്ക് മോട്ടു, വേണ്ട പ്ലീസ്, എന്നെ വിട്ടേക്ക്. മോട്ടു, ഇത് നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും ഒച്ചയിൽ കൂർക്കം വലിച്ചാൽ ഈ വീട് തന്നെ ഇടിഞ്ഞു വീഴും. മോട്ടു, മനസ്സിലാക്ക്. എന്ത് മിഷനാണ് ഇവിടെ ഓടിച്ചോണ്ടിരിക്കുന്നത്? ഈ രാത്രിയിൽ ഇത്രയും സൗണ്ട് എങ്ങനെയാണ് ഇവിടുന്ന് വരുന്നത്? പറയേ, മനുഷ്യന് മനസ്സമാരോട് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അതെ ബോക്സർ ചേട്ടാ, കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്നും മോട്ടു കുറച്ച് ഒച്ചത്തിൽ കൂർക്കം വലിക്കുന്നുണ്ട്. അതാണ് എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ 2-3 പ്രാവശ്യം എഴുന്നേൽപ്പിക്കാൻ നോക്കി, പക്ഷേ എഴുന്നില്ല. എനിക്ക് മോട്ടു, എനിക്ക് ഇങ്ങോട്ട് എനിക്ക്. എന്റെ ഉറക്കം കളഞ്ഞിട്ട് നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. പിടിച്ചോ. ഹായ്. ഇതെന്തൊരു ഉറക്കമായത് മോട്ടു? ഇത്രയും അടികൾ കിട്ടിയിട്ട് പോലും നീ കണ്ണ് തുറക്കുന്നില്ലല്ലോ. ബോക്സർ ചേട്ടൻ നിന്നെ വീണ്ടും വന്ന് അടിക്കുന്നതിന് മുമ്പ് നീ കണ്ണ് തുറക്കും മോട്ടു. എഴുക്ക് മോട്ടു. അവന്റെ ആ കൂർക്കം വലിക്കുന്ന ശബ്ദം ഇനിയും അവസാനിക്കാത്തതിന്റെ കാരണം എന്താണ്? പറയേ. ബോക്സർ ചേട്ടാ, നിങ്ങൾ മോട്ടുവിനെ അടിച്ചതിന് ശേഷം മോട്ടു ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. മോട്ടു മേളിൽ തന്നെ ഉണ്ട്. സത്യമാണ്. അത് ശരി, അവൻ മുകളിലാണല്ലേ. മോട്ടു ഇവിടെങ്ങും ഇല്ല അല്ലേ? അപ്പൊ ഞാൻ മോട്ടിനെ ഉടനെ തന്നെ മേളിലേക്ക് അയച്ചേക്കാം. ഏയ് മോട്ടോ, എഴുന്നേക്ക് എഴുന്നേക്ക്. മോട്ടോ. ബോക്സർ ചേട്ടാ, ഗുഡ് മോർണിംഗ്. അല്ല, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് നൈറ്റ് എന്ന് പറയേ. മോട്ടു, മതിയാക്ക്. ഇനി നീ ഉറങ്ങണ്ട. വാ, നമുക്കെന്നാ പുറത്തു പോയി സമോസ കഴിക്കാം. ശരി, വരൂ. ഓഹോ, നല്ല മണം. ഇതെന്തായി സംഭവിക്കണേ? അയ്യോ, ഇതെന്താ? ഇയാൾ എന്തായി ചെയ്യണേ ഇവിടെ? ഓ, ഇവിടുന്ന് മോട്ടു, നിക്ക്. മോട്ടു, മോട്ടു, അവിടെ നിക്ക്. മോട്ടു. അതെ മോട്ടു, കണ്ണ് തുറക്ക്. ഉറക്കത്തിന്ന് എണീക്ക് മോട്ടു. പത്തലു, എനിക്കതിന് പറ്റുന്നില്ല. കാരണം വല്ലാണ്ട് എനിക്ക് ഉറക്കം വരുന്നു. അതെ മോട്ടു, എനിക്ക് നീ ഉറങ്ങുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അത് നീ മനസ്സിലാക്ക്. എന്നാൽ ഈ കൂർക്കം വലി കാരണം ആൾക്കാർക്ക് സ്വൈര്യം കിട്ടുന്നില്ല. ഇനി മുതൽ ദൂരെ എവിടെയെങ്കിലും പോയി ഉറങ്ങണം നീ. എന്നാൽ മാത്രമേ ഇവിടുത്തെ ആൾക്കാർക്ക് സുഖമായി ഉറങ്ങാൻ പറ്റൂ. കൂട്ടുകാരെ, വേഗം ഇങ്ങോട്ട് വരൂ.
ഇയാളുടെ കൂർക്കം വലി കാരണം നമ്മുടെ പിള്ളേരൊക്കെ ആകെ പേടിച്ചിരിക്കുക. അയാള് നമുക്ക് ഇവിടുന്ന് വേഗം ഓടിപ്പിക്കണം. വേഗം വാ. എന്താ ഇത്? ഓടിക്കോ. അയ്യോ, എന്താ ഇത്? വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ എന്താ ചെയ്തത്? പത്തലു, എന്നെ രക്ഷിക്കൂ. എല്ലാരും പോ 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 ഷൂ ഷൂ പോ. എന്തിനാ ദേഷ്യപ്പെടുന്നത്? പൊയ്ക്കോ, പോന്ന് പറഞ്ഞില്ലേ? എന്താന്നറിയില്ല, എന്റെ ഉറക്കം എനിക്ക് വലിയ പ്രശ്നമായി മാറുവാണല്ലോ പത്തലു. ഞാൻ ഇവരുടെ ശത്രുക്കളാണ്. അതെ, നിന്റെ ഉറക്കമല്ല പ്രശ്നം, നിന്റെ കൂർക്കം വലിയാണ് പ്രശ്നം. കൂർക്കം വലി നിർത്താണ്ട് ഓട്. ഇനിയും ഈ കാട്ടിലേക്ക് വന്നാലുണ്ടല്ലോ, നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി ഉറങ്ങ്. ഇത് ഞങ്ങളുടെ സ്ഥലമാ. പത്തലു, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങട്ടെ. നിക്ക് നിക്ക് നിക്ക്, ഇപ്പൊ ഉറങ്ങണ്ട. ഞാൻ ഡോക്ടർ ജഡ്കേക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ എത്തും. ചേട്ടാ മോട്ടു പത്ലു, എന്റെ ചങ്കേന്റെ ബ്രോ, നീ വിഷമിക്കല്ലേ. ഞാനൊരു ഗാഡ്ജറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതെന്താ ചെയ്യാന്നറിയോ? മോട്ടു, നീ ഉറങ്ങുമ്പോ കൂർക്കം വലിച്ചാലോ നിന്റെ ശബ്ദം പുറത്ത് കേൾക്കുകയില്ല. അതെ മോട്ടു, അതെ, അതൊക്കെ ഈ ബലൂന്റെ അകത്ത് തന്നെ ഇരിക്കും. നീയും ബാക്കിയുള്ളവരും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇനി സുഖമായി ഉറങ്ങിക്കോ എന്റെ പൊന്നു മോട്ടു. മോട്ടു ഉറങ്ങാണ്. ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ കൂർക്കം വലിയുടെ ഒച്ചയും വരുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ കഴിക്കാൻ വല്ല ഭക്ഷണവും ഉണ്ടാക്കാം. ശരി ശരി. അതെ മോട്ടു, നീ എങ്ങോട്ടാ പോകുന്നേ? നിക്ക് മോട്ടു, എങ്ങോട്ടും പോലെ. ഡോക്ടർ ജഡ്ക മോട്ടുവിനെ രക്ഷിക്കൂ. മോട്ടു നിക്ക്. ഞാൻ വരുന്നുണ്ട്. രക്ഷിക്കണേ. ഇതെന്താ ഇത്? ചിങ്കം സർ, മാറിക്കോളൂ. മൈ നെയിം ഈസ് ചിങ്കം. എന്നോട് ആജ്ഞാപിക്കല്ലേ. പത്രു, നീ പറഞ്ഞത് ഞാൻ കേട്ടാ മതിയായിരുന്നു. സൈഡിൽ കൂടെ വണ്ടിയിൽ പോയാ മതിയായിരുന്നു. രക്ഷിക്കണേ. ഇത് വരുന്നത് വേണ്ട, എന്നെ വിട്ടേക്ക്. എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? വേണ്ട, ഇതെങ്ങനെ സംഭവിച്ചു? അവിടെ ഉണ്ടായത് ഞാൻ എങ്ങനെ ഇപ്പൊ ജയിലിലേക്ക് വന്നു? ഇതെല്ലാം ഫുള്ളും ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ്. താങ്ക് യു. എന്തൊരു സ്റ്റൈലായിട്ടാണ് ഞാൻ ആ ജോണിനെ പിടിച്ചത്. സൂപ്പർ. ഒരു പ്രശ്നവുമില്ല, പതുക്കെ ആലോചിച്ചാ മതി. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് പൊട്ടിപ്പോവും. ഇത് പൊട്ടിക്കഴിഞ്ഞാ ഇവിടുത്തെ സീലിംഗും പൊട്ടും. ഇനിയിപ്പൊ ഇതിനെ എടുത്തു മാറ്റിയേ പറ്റൂ. മോട്ടോ, 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 കണ്ണു തുറക്ക്. ഇത് കാരണം നമ്മുടെ സീലിംഗ് മുഴുവനും പൊട്ടിപ്പോവും. മോട്ടോ, അതെ, കേക്കുന്നില്ലേ? മോട്ടോ, എഴുന്നേൽക്ക്. എന്നെ രക്ഷിക്ക. മോട്ടോ, മോട്ടോ. അതെ, എന്താ പറ്റിയത്? പത്തലു, നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? വരൂ, താഴോട്ട് വരൂ. എവിടേക്കാ പോകുന്നേ? പത്തലു മേലോട്ട് പറക്കുവാണല്ലോ. എന്നെ രക്ഷിക്ക. എന്നെ രക്ഷിക്കൂ. അത് എന്താ അത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇപ്പൊ ഒരു പാഠം പഠിപ്പിക്കാതെ. രക്ഷിക്കണേ. അയ്യോ, അയ്യോ. ഇത് കണ്ടോ? ഇയാൾ ആ കൂർക്കം വലിക്കുന്ന ആള് തന്നെയാ. ഇയാളുടെ വേലയാ ഇതെല്ലാം. കണ്ടോ? ഇപ്പൊ ഞാൻ ഇയാളുടെ കൂർക്കം വലി ശരിയാക്കി കൊടുക്കാം. എനിക്ക് വല്ലാണ്ട് ഉറക്കം വരുന്നു പത്തലു. അതുകൊണ്ട്
കൂർക്കം വലിക്കരുത്, കാരണം ബോക്സർ ചേട്ടൻ വന്ന് നമ്മളെ രണ്ടുപേരെ അടിക്കാം. എന്റെ ഈശ്വര, നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് മേളിൽ പോയപ്പോ ലൈറ്റ്നിങ് അടിച്ചത് കാരണം മോട്ടുവിന്റെ കൂർക്കമലിയുടെ പ്രശ്നം മാറിയെന്നാണ്. ഇനി ബോക്സർ ചേട്ടൻ നമ്മളെ തീർച്ചയായിട്ടും അടിക്കില്ല. നിന്റെ കൂർക്കമല്ലിയുടെ ശബ്ദം ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ, എന്താ കാര്യം? എനിക്ക് ഇവന്റെ കൂർക്കമല്ലിയുടെ ശബ്ദം കേട്ട് ശീലമായി പോയി. എനിക്കിപ്പോ അത് കേൾക്കാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയേ പറ്റൂ. പക്ഷെ ബോക്സർ ചേട്ടാ, ഇപ്പൊ മോട്ടുവിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയല്ലോ. എന്ന് വെച്ചാൽ അവന്റെ കൂർക്കമല്ലി മാറിയെന്നോ? അപ്പൊ എനിക്ക് എങ്ങനെ ഉറക്കം വരും? അതൊന്ന് പറഞ്ഞതാ, പറയേ. അതെ, ഇത് എന്തൊരു പ്രശ്നമാണ്. കൂർക്കം വലിച്ചാലും പ്രശ്നം, കൂർക്കം വലിച്ചില്ലെങ്കിലും പ്രശ്നം. ഞാനിനി എന്ത് ചെയ്യും? Watch India's largest kids library only on Jio Hotstar. Download the app now.